പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30/3/99 മധുബൻ. തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ താൽപ്പര്യത്തെ ജ്വാലാരൂപമാക്കി മാറ്റി പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ അലകൾ വ്യാപിപ്പിക്കൂ. ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ 3 രേഖകൾ നോക്കുകയാണ്. അതിൽ ഒരു രേഖയാണ് പരമാത്മാ പാലനയുടെ ഭാഗ്യത്തിൻ്റെ രേഖ. ഈ പരമാത്മാ പാലനത്തിൻ്റെ ഭാഗ്യം മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ ഒരു തവണ മാത്രമാണ് ലഭിക്കുന്നത്. ഈ സംഗമയുഗത്തിലല്ലാതെ ഈ പരമാത്മാ പാലന ഒരിക്കലും പ്രാപ്തമാവുക സാധ്യമല്ല. ഈ പരമാത്മാ പാലന വളരെ കുറച്ചു കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്. രണ്ടാമത്തെ രേഖയാണ് പരമാത്മാ പഠനത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ രേഖ. പരമാത്മാ പഠനം എന്നത് എത്ര ഭാഗ്യമാണ്! അത് സ്വയം പരമാത്മാവ് ശിക്ഷകനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ രേഖയാണ് പരമാത്മാ പ്രാപ്തികളുടെ രേഖ. ചിന്തിക്കൂ, എത്ര പ്രാപ്തികളാണുള്ളത്! എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, പ്രാപ്തികളുടെ ലിസ്റ്റ് എത്ര നീണ്ടതാണ്! ഓരോരുത്തരുടെയും മസ്തകത്തിൽ ഈ 3 രേഖകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ ആത്മാക്കളാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? പാലനം, പഠനം, പ്രാപ്തികൾ. അതിനോടൊപ്പം ബാബ്ദാദ കുട്ടികളുടെ നിശ്ചയത്തിൻ്റെ ആധാരത്തിലുള്ള ആത്മീയ ലഹരിയെയും നോക്കുന്നു. പരമാത്മാവിൻ്റെ ഓരോ കുട്ടിയും എത്ര ആത്മീയ ലഹരിയുള്ള ആത്മാക്കളാണ്! മുഴുവൻ വിശ്വത്തിലും മുഴുവൻ കൽപ്പത്തിലും ഏറ്റവും ഹയ്യസ്റ്റുമാണ്, മഹാനുമാണ്, ഹോളിയസ്റ്റുമാണ്. താങ്കളെപ്പോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പവിത്ര ആത്മാക്കൾ ദേവരൂപത്തിൽ സർവഗുണ സമ്പന്നവും സമ്പൂർണ്ണ നിർവികാരിയും മറ്റാരുമാകുന്നില്ല. പിന്നെ ഹയ്യസ്റ്റുമാണ്, ഹോളിയസ്റ്റുമാണ്, അതിനോടൊപ്പം റിച്ചസ്റ്റുമാണ്. ബാബ്ദാദ സ്ഥാപനയുടെ സമയത്തും കുട്ടികൾക്ക് സ്മൃതി വരുത്തുമായിരുന്നു. ലഹരിയോടെ പത്രങ്ങളിലും വരുത്തിക്കുമായിരുന്നു, ഓം മണ്ഡലി റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് എന്ന്. ഇത് സ്ഥാപനയുടെ സമയത്തെ താങ്കളേവരുടെയും മഹിമയാണ്. ഒരു ദിവസം കൊണ്ട് എത്ര തന്നെ വലുതിലും വലിയ മൾട്ടി മില്യണർ ആയാലും താങ്കളെപ്പോലെ റിച്ചസ്റ്റ് ആവുക സാധ്യമല്ല. ഇത്രയും റിച്ചസ്റ്റ് ആകുന്നതിൻ്റെ ഉപാധി എന്താണ്? വളരെ ചെറിയ ഒരു ഉപാധിയാണ്. ലോകർ റിച്ചസ്റ്റ് ആകുന്നതിനായി എത്ര പ്രയത്നിക്കുന്നു! താങ്കൾ എത്ര സഹജമായി സമ്പൽ സമൃദ്ധമാകുന്നു! ഉപാധി അറിയുന്നുണ്ടല്ലോ. കേവലം ചെറിയൊരു ബിന്ദു ഇടണം, ഇത്രമാത്രം. ബിന്ദു ഇട്ടു, സമ്പാദ്യം ഉണ്ടായി. ആത്മാവും ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്, ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും ബിന്ദുവാണ്. അപ്പോൾ ബിന്ദുവായ ആത്മാവിനെ ഓർമ്മിച്ചു, സമ്പാദ്യം വർദ്ധിച്ചു. പൊതുവെ ലൗകികത്തിലും നോക്കൂ, ബിന്ദുവിലൂടെ തന്നെയാണ് സംഖ്യ വർദ്ധിക്കുന്നത്. 1 മുന്നിൽ ബിന്ദുവിടൂ, അപ്പോൾ എന്താകുന്നു? 10. 2 ബിന്ദുവിടൂ, 3 ബിന്ദുവിടൂ, 4 ബിന്ദുവിടൂ, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ താങ്കളുടെ ഉപാധി എത്ര സഹജമാണ്! ഞാൻ ആത്മാവാകുന്നു. ഈ സ്മൃതിയുടെ ബിന്ദുവിടുക എന്നാൽ ഖജനാവ് ശേഖരിക്കപ്പെടുക എന്നാണ്. പിന്നെ ബാബയാകുന്ന ബിന്ദുവിടൂ, ഖജനാവ് ശേഖരിക്കപ്പെടുകയും ചെയ്തു. കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ് ഇടൂ. കഴിഞ്ഞതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഖജനാവ് വർദ്ധിക്കുന്നു. അപ്പോൾ പറയൂ, മുഴുവൻ ദിവസത്തിലും എത്ര തവണ ബിന്ദു ഇടുന്നുണ്ട്? ബിന്ദു ഇടുന്നത് എത്ര സഹജമാണ്, പ്രയാസമാണോ? ബിന്ദു വഴുതി പോകാറുണ്ടോ? ബാബ്ദാദ സമ്പാദ്യത്തിനുള്ള ഉപാധിയായി കേവലം ഇതുതന്നെയാണ് പഠിപ്പിച്ചത്. ബിന്ദു ഇട്ടുകൊണ്ടേ പോകൂ. അപ്പോൾ എല്ലാവർക്കും ബിന്ദു ഇടാൻ അറിയാമോ? അഥവാ അറിയാമെങ്കിൽ ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ഉറപ്പാണല്ലോ. അതോ ഇടയ്ക്ക് വഴുതി പോവുകയും ഇടയ്ക്ക് ബിന്ദു വീഴുകയും ചെയ്യുന്നുണ്ടോ? ഏറ്റവും സഹജമാണ് ബിന്ദു ഇടുക എന്നത്.
ആരെങ്കിലും ഈ കണ്ണുകൾ കൊണ്ട് ബ്ലൈൻഡ് ആണെങ്കിൽ പോലും അവരും അഥവാ പേപ്പറിൽ ഒരു പെൻസിൽ വയ്ക്കുകയാണെങ്കിൽ ബിന്ദുവിൻ്റെ അടയാളം വീഴുന്നു. താങ്കളാണെങ്കിൽ ത്രിനേത്രിയാണ്. അതിനാൽ ഈ 3 ബിന്ദുവിനെയും സദാ യൂസ് ചെയ്യൂ. ക്വസ്റ്റ്യൻ മാർക്ക് എത്ര വളഞ്ഞതാണ്, എഴുതി നോക്കൂ. വളഞ്ഞതാണല്ലോ. ബിന്ദു എത്ര സഹജമാണ്. അതിനാൽ ബാബ്ദാദ ഭിന്ന ഭിന്ന രൂപത്തിലൂടെ കുട്ടികളെ സമാനമാക്കുന്നതിനുള്ള വിധി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിധി തന്നെ ബിന്ദുവിൻ്റേതാണ്. മറ്റൊരു വിധിയുമില്ല. അഥവാ വിദേഹി ആകുന്നുവെങ്കിലും വിധി ബിന്ദു ആവുക എന്നതാണ്. അശരീരി ആകുന്നത്, കർമാതീതമാകുന്നത്, എല്ലാത്തിൻ്റെയും വിധി ബിന്ദുവാണ്. അതിനാൽ ബാബ്ദാദ മുൻപും പറഞ്ഞു, അമൃതവേളയിൽ ബാബ്ദാദയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ, ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ, കാര്യത്തിൽ വരുമ്പോൾ ആദ്യം 3 ബിന്ദുവിൻ്റെ തിലകം മസ്തകത്തിൽ അണിയൂ. ഈ ചുവന്ന ബിന്ദുക്കളുടെ തിലകമണിയാൻ തുടങ്ങരുത്. എന്നാൽ സ്മൃതിയുടെ തിലകമണിയൂ. ചെക്ക് ചെയ്യൂ. ഏതെങ്കിലും കാരണവശാൽ ഈ സ്മൃതിയുടെ തിലകം മാഞ്ഞു പോകരുത്. അവിനാശിയും മായാത്തതുമായ തിലകമാണോ? ബാബ്ദാദ കുട്ടികളുടെ സ്നേഹവും കാണുന്നു. എത്ര സ്നേഹത്തോടെ ഓടി ഓടി കൂടിക്കാഴ്ച ആഘോഷിക്കാൻ എത്തിച്ചേരുന്നു. പിന്നെ ഇന്ന് ഹാളിലും കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനായി എത്ര പ്രയത്നത്തോടെ, എത്ര സ്നേഹത്തോടെ, ഉറക്കവും ദാഹവും മറന്ന് ആദ്യ നമ്പറിൽ സമീപത്തിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ്ദാദ എല്ലാം കാണുന്നുണ്ട്. എന്തെല്ലാമാണ് ചെയ്യുന്നത്? ആ മുഴുവൻ ഡ്രാമയും കാണുന്നു. ബാബ്ദാദ കുട്ടികളുടെ സ്നേഹത്തിൽ സമർപ്പണവുമാകുന്നു. കുട്ടികളോട് ഇതും പറയുന്നു, ഏതുപോലെ സാകാരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഓടി ഓടി വരുന്നുവോ അതേപോലെ തന്നെ ബാബയ്ക്ക് സമാനം ആകുന്നതിനു വേണ്ടിയും തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ഈ കാര്യത്തിൽ ചിന്തിക്കാറുണ്ടല്ലോ, ഏറ്റവും മുന്നിലുള്ള നമ്പർ ലഭിക്കണമെന്ന്. എല്ലാവർക്കും ലഭിക്കുന്നില്ല. ഇവിടെ സാകാരി ലോകമാണല്ലോ. അപ്പോൾ സാകാരി ലോകത്തിലെ നിയമം വെക്കേണ്ടി തന്നെ വരുന്നു. ബാബ്ദാദ ആ സമയത്ത് ചിന്തിക്കുന്നു, എല്ലാവരും മുന്നിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ ഇത് സാധ്യമാണോ? ആവുകയുമാണ്. എങ്ങനെ? പിന്നിലുള്ളവരെ ബാബ്ദാദ സദാ നയനങ്ങളിൽ അലിഞ്ഞിരിക്കുന്നവരായി കാണുന്നു. അപ്പോൾ ഏറ്റവും സമീപമാണ് നയനം. അപ്പോൾ പിന്നിലല്ല ഇരിക്കുന്നത്. എന്നാൽ ബാബ്ദാദയുടെ നയനങ്ങളിൽ ഇരിക്കുകയാണ്. പ്രകാശരത്നങ്ങളാണ്. പിന്നിലുള്ളവർ കേട്ടുവോ? അകലെയല്ല, സമീപമാണ്. ശരീരം കൊണ്ട് പിന്നിലിരിക്കുകയാണ്. എന്നാൽ ആത്മാവ് ഏറ്റവും സമീപമാണ്. അപ്പോൾ ബാബ്ദാദ ഏറ്റവും കൂടുതൽ പിന്നിലുള്ളവരെ തന്നെയാണ് നോക്കുന്നത്. നോക്കൂ, സമീപത്തുള്ളവർക്ക് ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നിലുള്ളവർക്ക് ഈ നയനങ്ങൾ കൊണ്ട് സമീപത്ത് കാണാനുള്ള ചാൻസ് ഇല്ല. അതിനാൽ ബാബ്ദാദ നയനങ്ങളിൽ ലയിപ്പിക്കുന്നു. ബാബ്ദാദ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. 2 മണിയാകുമ്പോൾ ലൈൻ ആരംഭിക്കുന്നു. ബാബ്ദാദ മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികൾ നിന്ന് ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ബാബ്ദാദ എല്ലാ കുട്ടികളെയും സ്നേഹത്തിൻ്റെ മസാജ് ചെയ്യുന്നു. കാലുകളിൽ മസാജ് നടത്തുന്നു. ബാബ്ദാദയുടെ മസാജ് കണ്ടിട്ടുണ്ടല്ലോ, വളരെ വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഈ സീസണിലെ ലാസ്റ്റ് ചാൻസ് എടുക്കുന്നതിനായി 4 ഭാഗത്തു നിന്നും ഓടി ഓടി എത്തിച്ചേർന്നിരിക്കുന്നു. നല്ലതാണ്. ബാബയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഉന്മേഷവും ഉത്സാഹവും സദാ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ബാബ്ദാദ കുട്ടികളെ 1 സെക്കൻഡ് പോലും മറക്കുന്നില്ല. ബാബ ഒന്നാണ്, കുട്ടികൾ അനേകമുണ്ട്. എന്നാൽ അനേകം കുട്ടികളെയും 1 സെക്കൻഡിൽ പോലും മറക്കുന്നില്ല. കാരണം വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികളാണ്. നോക്കൂ, എവിടെ നിന്നെല്ലാം ദേശവിദേശങ്ങളിലെ ഓരോ കോണിൽ നിന്നും ബാബ തന്നെയാണ് താങ്കളെ അന്വേഷിച്ചത്. താങ്കൾക്ക് ബാബയെ അന്വേഷിക്കാൻ സാധിച്ചോ? അലഞ്ഞുകൊണ്ടേയിരുന്നു, പക്ഷേ ലഭിച്ചില്ല. ബാബ ഭിന്ന ഭിന്ന ദേശം, ഗ്രാമം, പട്ടണം
എവിടെയെല്ലാം ബാബയുടെ കുട്ടികളുണ്ടോ അവിടെ നിന്നും അന്വേഷിച്ചു. സ്വന്തമാക്കി മാറ്റി. ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത് എന്ന ഗീതം പാടുന്നുണ്ടല്ലോ. ജാതി നോക്കിയില്ല, ദേശം നോക്കിയില്ല, നിറം നോക്കിയില്ല. എല്ലാവരുടെയും മസ്തകത്തിൽ ഒരേ ഒരു ആത്മീയ നിറം നോക്കി, ജ്യോതി ബിന്ദു. ഡബിൾ ഫോറിനേഴ്സ് എന്ത് മനസ്സിലാക്കുന്നു? ബാബ ജ്യോതിയാണോ നോക്കിയത്? കറുപ്പാണ്, വെളുപ്പാണ്, ശ്യാമമാണ്, സുന്ദരമാണ്, ഒന്നും നോക്കിയില്ല. എൻ്റേതാണ്, ഇതാണ് നോക്കിയത്. അപ്പോൾ പറയൂ, ഇത് ബാബയുടെ സ്നേഹമാണോ അതോ താങ്കളുടെ സ്നേഹമാണോ? ആരുടേതാണ്? മുന്നിലുള്ളവർ പറഞ്ഞു, രണ്ടുപേരുടെയും. കുട്ടികളും ഉത്തരം നൽകുന്നതിൽ സമർത്ഥരാണ്. കുട്ടികൾ പറയുന്നു, ബാബ അങ്ങ് തന്നെയാണല്ലോ പറയുന്നത്, സ്നേഹം സ്നേഹത്തെ ആകർഷിക്കുന്നുവെന്ന്. അങ്ങേക്ക് സ്നേഹമുണ്ട്, നമുക്കുമുണ്ട്, അപ്പോഴാണ് ആകർഷിക്കുന്നത്. കുട്ടികളും സമർത്ഥരാണ്. ബാബയ്ക്ക് സന്തോഷമുണ്ട്. ഇത്രയും ധൈര്യവും ഉന്മേഷവും ഉത്സാഹവും വയ്ക്കുന്ന കുട്ടികളാണ്. ബാബ് ദാദയുടെ അടുക്കൽ ധാരാളം കുട്ടികളുടെ 15 ദിവസത്തെ ചാർട്ടിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ബാബ് ദാദ 4 ഭാഗത്തുമുള്ള റിസൾട്ടിൽ കണ്ട ഒരു കാര്യം ഇതാണ്: മെജോറിറ്റി കുട്ടികൾക്കും അറ്റൻഷൻ ഉണ്ടായിരുന്നു. എത്രത്തോളം പെർസെൻറ്റേജ് സ്വയവും ആഗ്രഹിക്കുന്നോ അത്രയുമില്ല, പക്ഷേ അറ്റൻഷൻ ഉണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണോ തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾ, അവർ തങ്ങളുടെ പ്രതിജ്ഞയെ പൂർത്തീകരിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കുന്നു. മുന്നോട്ട് പോയി ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. മൈനോറിറ്റി ഇപ്പോഴും ഇടയ്ക്ക് അലക്ഷ്യത്തിനും ഇടയ്ക്ക് ആലസ്യത്തിനും വശപ്പെട്ട് അറ്റൻഷനും കുറച്ചാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വിശേഷ സ്ലോഗൻ ഇതാണ്: ശരിയായിക്കൊള്ളും, ആയിക്കൊള്ളും. ആകണം എന്നല്ല, ആയിക്കൊള്ളും, ആയിക്കൊള്ളുക തന്നെ ചെയ്യും. ഇതാണ് അലക്ഷ്യം. ആയിത്തീരുക തന്നെ വേണം. ഇതാണ് തീവ്ര പുരുഷാർത്ഥം. ബാബ് ദാദ വാഗ്ദാനങ്ങൾ വളരെയധികം കേൾക്കുന്നു. വീണ്ടും വീണ്ടും വളരെ നല്ല വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. കുട്ടികൾ ഇത്രയും നല്ല ധൈര്യത്തോടെ വാഗ്ദാനം ചെയ്യുന്നു. ആ സമയത്ത് ബാബ് ദാദയും കുട്ടികളെ മനസ്സന്തോഷത്തിൻ്റെ മിഠായി കഴിപ്പിക്കുന്നു. ബാബയും കഴിക്കുന്നു. എന്നാൽ വാഗ്ദാനം എന്നതിൻ്റെ അർത്ഥം പുരുഷാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം എന്നാണ്. അഥവാ നേട്ടമില്ലെങ്കിൽ വാഗ്ദാനം ശക്തമല്ല. അപ്പോൾ വാഗ്ദാനം ചെയ്തുകൊള്ളൂ. ഏതായാലും ദിൽ ഖുഷ് മിഠായി കഴിപ്പിക്കുന്നുവല്ലോ. അതിനോടൊപ്പം തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ താൽപ്പര്യത്തെ അഗ്നി രൂപത്തിൽ കൊണ്ടുവരൂ. ജ്വാലാമുഖിയാകൂ. സമയമനുസരിച്ച് അവശേഷിക്കുന്ന മനസ്സിൻ്റെയും സംബന്ധ സമ്പർക്കത്തിൻ്റെയും ഏതെല്ലാം കണക്കുകളുണ്ടോ അതിനെ ജ്വാലാസ്വരൂപത്തിലൂടെ ഭസ്മമാക്കൂ. സ്നേഹമുണ്ട്, ഇതിൽ ബാബ്ദാദയും പാസ്സാക്കുന്നു. എന്നാൽ ഇപ്പോൾ സ്നേഹത്തിൽ അഗ്നിരൂപത്തിൽ കൊണ്ടുവരൂ. വിശ്വത്തിൽ ഒരു ഭാഗത്ത് ഭ്രഷ്ടാചാരത്തിൻ്റെയും അത്യാചാരത്തിൻ്റെയും അഗ്നി ഉണ്ടാകും. മറുഭാഗത്ത് കുട്ടികളായ താങ്കളുടെ പവർഫുൾ യോഗം, അതായത് സ്നേഹത്തിൻ്റെ അഗ്നി ജ്വാലാരൂപത്തിൽ ആവശ്യമാണ്. ഈ ജ്വാലാരൂപം ഈ ഭ്രഷ്ടാചാരത്തിൻ്റെയും അത്യാചാരത്തിൻ്റെയും അഗ്നിയെ സമാപ്തമാക്കുന്നു. സർവ ആത്മാക്കൾക്കും സഹയോഗം നൽകുകയും ചെയ്യും. താങ്കളുടെ താൽപ്പര്യം ജ്വാലാരൂപത്തിൻ്റേതാകണം, അതായത് പവർഫുൾ യോഗമുണ്ടാകണം. അപ്പോൾ ഈ ഓർമ്മയുടെ അഗ്നി ആ അഗ്നിയെ സമാപ്തമാക്കും. മറുഭാഗത്ത് ആത്മാക്കൾക്ക് പരമാത്മാ സന്ദേശത്തിൻ്റെയും ശീതള സ്വരൂപത്തിൻ്റെയും അനുഭൂതി ഉണ്ടാക്കിക്കും. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെ പ്രജ്വലിതമാക്കും. ഒരു ഭാഗത്ത് ഭസ്മമാക്കും, മറുഭാഗത്ത് ശീതളവുമാക്കും. പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ അലകൾ വ്യാപിപ്പിക്കും. കുട്ടികൾ പറയുന്നു, ഞാൻ യോഗം ചെയ്യുന്നുണ്ട്, ബാബയല്ലാതെ മറ്റാരുമില്ല. ഇത് വളരെ നല്ലതാണ്. പക്ഷേ സമയമനുസരിച്ച് ഇപ്പോൾ ജ്വാലാരൂപമാകൂ. സ്മാരകത്തിൽ ശക്തികളുടെ ശക്തിരൂപം, മഹാശക്തിരൂപം,
സർവശസ്ത്രധാരിയായി കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ മഹാശക്തി രൂപം പ്രത്യക്ഷമാക്കൂ. പാണ്ഡവരായാലും ശക്തികളായാലും എല്ലാവരും സാഗരത്തിൽ നിന്നും പുറപ്പെട്ട ജ്ഞാന നദികളാണ്. സാഗരമല്ല, നദിയാണ്. ജ്ഞാന ഗംഗകളാണ്. അപ്പോൾ ജ്ഞാനഗംഗകൾ ഇപ്പോൾ ആത്മാക്കളെ തൻ്റെ ജ്ഞാനത്തിൻ്റെ ശീതളതയിലൂടെ പാപങ്ങളുടെ അഗ്നിയിൽ നിന്നും മുക്തമാക്കൂ. ഇതാണ് വർത്തമാന സമയത്ത് ബ്രാഹ്മണരുടെ കാര്യം. എല്ലാ കുട്ടികളും ചോദിക്കുന്നു, ഈ വർഷം എന്ത് സേവനം ചെയ്യട്ടെ? അപ്പോൾ ബാബ്ദാദ ആദ്യത്തെ സേവനം ഇതാണ് പറയുന്നത്. ഇപ്പോൾ സമയമനുസരിച്ച് എല്ലാ കുട്ടികളും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. അപ്പോൾ വാനപ്രസ്ഥികൾ തങ്ങളുടെ സമയം, സാധനങ്ങൾ എല്ലാം കുട്ടികൾക്ക് നൽകിയ ശേഷം സ്വയം വാനപ്രസ്ഥം ആകുന്നു. അപ്പോൾ താങ്കൾ ഏവരും തൻ്റെ സമയത്തിൻ്റെ ഖജനാവ്, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് ഇപ്പോൾ മറ്റുള്ളവരെ പ്രതി വിനിയോഗിക്കൂ. തനിക്ക് വേണ്ടി സമയവും സങ്കല്പവും കുറച്ച് വിനിയോഗിക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിലൂടെ സ്വയവും ആ സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം അനുഭവിക്കുന്നതിന് നിമിത്തമാകും. മനസ്സാ സേവനം, വാചാ സേവനം, പിന്നെ ഏറ്റവും കൂടുതലായി ബ്രാഹ്മണരാകട്ടെ, ഏതെല്ലാം സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവരാകട്ടെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ മാസ്റ്റർ ദാതാവായി നൽകിക്കൊണ്ടേ പോകൂ. നിസ്വാർത്ഥരായി സന്തോഷം നൽകൂ, ശാന്തി നൽകൂ, ആനന്ദത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കൂ, സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കൂ. നൽകണം. നൽകുക എന്നാൽ സ്വതവേ തന്നെ നേടുക എന്നാണ്. ആര് തന്നെ ഏത് സമയത്ത് ഏത് രൂപത്തിൽ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും എന്തെങ്കിലും സ്വീകരിച്ചു കൊണ്ടുപോകട്ടെ. മാസ്റ്റർ ദാതാക്കളായ താങ്കളുടെ അടുക്കൽ വന്ന ശേഷം ഒഴിഞ്ഞവരായി പോകരുത്. ബ്രഹ്മ ബാബയെ കണ്ടിട്ടുണ്ടല്ലോ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അഥവാ ഏതെങ്കിലും കുട്ടി മുന്നിൽ വന്നു എങ്കിൽ ഏതെങ്കിലുമൊക്കെ അനുഭൂതിയില്ലാതെ ഒഴിഞ്ഞവരായി പോകുമായിരുന്നില്ല. ഇത് ചെക്ക് ചെയ്യൂ. ആര് തന്നെ വന്നാലും കണ്ടുമുട്ടിയാലും എന്തെങ്കിലും നൽകിയോ അതോ ഒഴിഞ്ഞവരായി പോയോ? ഖജനാവുകളാൽ ആര് നിറഞ്ഞിരിക്കുന്നുവോ അവർക്ക് നൽകാതെ ഇരിക്കാൻ സാധിക്കില്ല. അക്ഷയ അഖണ്ഡ ദാതാവാകൂ. ഒന്നും ആവശ്യപ്പെടരുത്. ഇവർ ആവശ്യപ്പെട്ടാൽ നൽകാം എന്ന് ദാതാവ് ഒരിക്കലും നോക്കുന്നില്ല. അക്ഷയ മഹാദാനിയും ദാതാവും സ്വയമേ നൽകുന്നു. അപ്പോൾ ആദ്യത്തെ സേവനം ഈ വർഷം മഹാദാതാവിൻ്റേത് ചെയ്യൂ. താങ്കൾ ദാതാവിലൂടെ ലഭിച്ചത് നൽകുകയാണ്. ബ്രാഹ്മണർ യാചകരല്ല, എന്നാൽ സഹയോഗികളാണ്. അപ്പോൾ പരസ്പരം ബ്രാഹ്മണർക്ക് അന്യോന്യം ദാനമല്ല നൽകേണ്ടത്, സഹയോഗം നൽകണം. ഇതാണ് ആദ്യ നമ്പറിലെ സേവനം. അതിനോടൊപ്പം ബാബ്ദാദ വിദേശത്തുള്ള കുട്ടികളുടെ സന്തോഷ വാർത്ത കേട്ടു. ബാബ്ദാദ കണ്ടു, ഈ സൃഷ്ടിയിൽ ശബ്ദം വ്യാപിപ്പിക്കുന്നതിന് നിമിത്തമായവർക്ക് ബാബ്ദാദ മൈക്ക് എന്നാണ് നാമം നൽകിയത്. അപ്പോൾ വിദേശത്തെ കുട്ടികൾ പരസ്പരം ഈ കാര്യം ചെയ്തു. പ്ലാൻ ഉണ്ടാക്കപ്പെട്ടു എന്നിരിക്കെ പ്രാക്ടിക്കലിൽ നടക്കുക തന്നെ വേണം. എന്നാൽ ഭാരതത്തിലും 13 സോണുണ്ട്. ഓരോ സോണിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വിശേഷ നിമിത്ത സേവാധാരി ഉണ്ടാകണം. അവരെ മൈക്ക് എന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും പറഞ്ഞാലും ശബ്ദം വ്യാപിപ്പിക്കുന്നതിന് നിമിത്തമായ ആരെയെങ്കിലും തയ്യാറാക്കൂ. ഇത് ബാബ്ദാദ ഏറ്റവും കുറഞ്ഞത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അഥവാ വലിയ വലിയ ദേശങ്ങളിൽ ഇങ്ങനെ നിമിത്തമാകുന്നവരുണ്ടെങ്കിൽ കേവലം സോണിലുള്ളവർ മാത്രമല്ല, എന്നാൽ വലിയ ദേശങ്ങളിലും ഇങ്ങനെ തയ്യാറാക്കിയ ശേഷം പ്രോഗ്രാം ഉണ്ടാക്കണം. ബാബ്ദാദ വിദേശത്തുള്ള കുട്ടികൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ആശംസകൾ നൽകി. ഇപ്പോൾ വായ്കൊണ്ടും നൽകുകയാണ്. പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്ലാൻ ആദ്യമേ തന്നെ ബാബ്ദാദയുടെ മുന്നിൽ വച്ചു. അതേപോലെ ബാബ്ദാദ അറിയുന്നുണ്ട്, ഭാരതത്തിൽ കൂടുതൽ സഹജമാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളവരുടെ സേവനം ചെയ്ത്
സഹയോഗികളെ സമീപം കൊണ്ടുവരൂ. ധാരാളം സഹയോഗി ഉണ്ട്, എന്നാൽ സംഘടനയിൽ അവരെ കൂടുതൽ സമീപത്തേക്ക് കൊണ്ടുവരൂ. അതിനോടൊപ്പം ബ്രാഹ്മണ ആത്മാക്കളിലും കൂടുതൽ സമീപത്തേക്ക് കൊണ്ടുവരുന്നതിനായി ഓരോ ഭാഗത്തും അഥവാ മധുബനിൽ 4 ഭാഗത്തും ജ്വാലാസ്വരൂപത്തിൻ്റെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിനായി അതിനെ ഭട്ടി എന്ന് പറയുന്നു. അത് ചെയ്യൂ. അല്ലെങ്കിൽ പരസ്പരം സംഘടനയിൽ ആത്മീയ സംഭാഷണം നടത്തി ജ്വാലാസ്വരൂപത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കൂ. മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യൂ. എപ്പോഴാണോ ഈ സേവനത്തിൽ മുഴുകുന്നത്, അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ സമയം വിനിയോഗിക്കുന്നത്, പ്രയത്നമുണ്ടാകുന്നത്, നിരാശമാകുന്നത്, ഇവയെല്ലാം ജ്വാലാമുഖി ഹയസ്റ്റ് സ്റ്റേജിന് മുന്നിൽ ഈ സമയം നൽകുന്നത്, പ്രയത്നിക്കുന്നത് എല്ലാം ഒരു പാവകളി പോലെ അനുഭവപ്പെടും. സ്വതവേ തന്നെ സഹജമായി തന്നെ സേഫാകും. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ബാബ്ദാദയ്ക്ക് ദയവുണ്ടാകുന്നത് മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് കാണുമ്പോഴാണ്. സ്നേഹം ജ്വാലാമുഖി രൂപത്തിൻ്റേത് കുറവാണ്. അപ്പോൾ പ്രയത്നം തോന്നുന്നു. അതിനാൽ ഇപ്പോൾ പ്രയത്നത്തിൽ നിന്നും മുക്തമാകൂ. അലക്ഷ്യരാകരുത്, എന്നാൽ പ്രയത്നത്തിൽ നിന്നും മുക്തമാകണം. പ്രയത്നിക്കേണ്ടതേയില്ല, അപ്പോൾ സുഖമായി ഉറങ്ങാം എന്ന് ചിന്തിക്കരുത്. എന്നാൽ സ്നേഹത്തിലൂടെ പ്രയത്നം ഇല്ലാതാക്കൂ. അലക്ഷ്യത്തോടെയല്ല. മനസ്സിലായോ എന്തു ചെയ്യണമെന്ന്? ഇപ്പോൾ ബാബ്ദാദയ്ക്ക് വരിക തന്നെ വേണം. ഇങ്ങനെ ചോദിക്കുന്നു, മുന്നോട്ട് എന്ത് സംഭവിക്കും? ബാബ്ദാദ വരുമോ അതോ വരില്ലയോ? ബാബ്ദാദ ഇല്ല എന്ന് പറയുന്നില്ല, ഹാഞ്ചി ഹാഞ്ചി എന്ന് പറയുന്നു. കുട്ടികൾ പ്രഭു എന്ന് പറയുന്നു, ബാബ ഹാജരാണ് എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലായോ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്? പ്രയത്നത്തെ സ്നേഹം കൊണ്ട് കട്ട് ചെയ്യൂ. ഇപ്പോൾ പ്രയത്നമുക്ത വർഷം ആഘോഷിക്കൂ. സ്നേഹത്തോടെ, ആലസ്യത്തോടെയല്ല. ആലസ്യം പാടില്ല എന്നത് ദൃഢമായി ഓർമ്മ വയ്ക്കണം. ശരിയാണല്ലോ. എല്ലാ സങ്കല്പവും പൂർത്തിയായോ? എന്തെങ്കിലും അവശേഷിച്ചോ? ജനകനോട്, അതായത് ജാൻകി ദാദിയോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും അവശേഷിച്ചോ? ദാദി പുഞ്ചിരിക്കുകയാണ്. കളി പൂർത്തിയായി. ഈ ഓപ്പറേഷൻ പോലും എന്താണ്? കളിയിലെ കളി. കളി നല്ലതായിരുന്നുവല്ലോ. ഡ്രിൽ ചെയ്യിച്ചു. സെക്കൻഡിൽ ബിന്ദു സ്വരൂപമായി മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുന്നതിൻ്റെ അഭ്യാസം വീണ്ടും വീണ്ടും ചെയ്യൂ. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡിൽ വ്യർത്ഥ ദേഹബോധത്തിൽ നിന്നും മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകണം. ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ മുഴുവൻ ദിവസത്തിലും യൂസ് ചെയ്ത് നോക്കൂ. കൺട്രോൾ എന്ന് ഓർഡർ ചെയ്യുമ്പോൾ 2 മിനിറ്റിനു ശേഷം കൺട്രോൾ ഉണ്ടാവുകയോ 5 മിനിറ്റിനു ശേഷം കൺട്രോൾ ഉണ്ടാവുകയോ ചെയ്യുക എന്നാകരുത്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് കൺട്രോളിംഗ് പവറിനെ യൂസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കൂ. സെക്കൻഡിലാണോ ഉണ്ടാകുന്നത്, മിനിറ്റിലാണോ ഉണ്ടാകുന്നത്, കൂടുതൽ മിനിറ്റിലാണോ ഉണ്ടാകുന്നത്? ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടേ പോകൂ. ഇപ്പോൾ എല്ലാവർക്കും 3 മാസത്തെ ചാർട്ട് കൂടുതൽ ഉറപ്പിക്കണം. സർട്ടിഫിക്കറ്റ് നേടണം. ആദ്യം സ്വയം തനിക്ക് തന്നെ സർട്ടിഫിക്കറ്റ് നൽകണം, പിന്നെ ബാബ്ദാദ നൽകും. ശരി. 4 ഭാഗത്തുമുള്ള പരമാത്മാ പാലനയുടെ അധികാരി ആത്മാക്കൾക്ക്, പരമാത്മാ പഠനത്തിൻ്റെ അധികാരികളായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, പരമാത്മാ പ്രാപ്തികളാൽ സമ്പന്നരായ ആത്മാക്കൾക്ക്, സദാ ബിന്ദുവിൻ്റെ വിധിയിലൂടെ തീവ്ര പുരുഷാർത്ഥികളാകുന്ന ആത്മാക്കൾക്ക്, സദാ പ്രയത്നത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക്, ജ്വാലാസ്വരൂപ വിശേഷ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. ശുദ്ധവും സമർത്ഥവുമായ സങ്കല്പങ്ങളുടെ ശക്തി കൊണ്ട് വ്യർത്ഥ വൈബ്രേഷനെ സമാപ്തമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ.
സങ്കല്പവും സൃഷ്ടിയെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. എപ്പോഴാണോ ദുർബലവും വ്യർത്ഥവുമായ സങ്കല്പം നടത്തുന്നത്, അപ്പോൾ വ്യർത്ഥ വായുമണ്ഡലത്തിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നു. ആരാണോ തൻ്റെ ശുദ്ധവും ശക്തിശാലിയുമായ സങ്കല്പങ്ങൾ കൊണ്ട് പഴയ വൈബ്രേഷനെയും സമാപ്തമാക്കുന്നത്, അവരാണ് സത്യമായ സേവാധാരി. ഇതുപോലെ സയൻസിൻ്റെ മേഖലയിലുള്ളവർ ശാസ്ത്രം കൊണ്ട് ശാസ്ത്രത്തെ ഇല്ലാതാക്കുന്നു. ഒരു വിമാനം ഉപയോഗിച്ച് മറ്റൊരു വിമാനത്തെ വീഴ്ത്തുന്നു. അതേപോലെ താങ്കളുടെ ശുദ്ധവും സമർത്ഥവുമായ സങ്കല്പത്തിൻ്റെ വൈബ്രേഷൻ വ്യർത്ഥ വൈബ്രേഷനെ സമാപ്തമാക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെയുള്ള സേവനം ചെയ്യൂ. സ്ലോഗൻ: വിഘ്നമാകുന്ന സ്വർണത്തിൻ്റെ മഹീന ചരടുകളിൽ നിന്നും മുക്തമാകൂ. മുക്തി വർഷം ആഘോഷിക്കൂ. സൂചന: ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. എല്ലാ ബ്രഹ്മവത്സരം സംഘടിത രൂപത്തിൽ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് തൻ്റെ പൂജ്യ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് സ്വയം ഇഷ്ടദൈവനും ഇഷ്ടദേവിയുമായി മനസ്സിലാക്കി തൻ്റെ ഭക്തരുടെ മനോകാമനകൾ പൂർത്തീകരിക്കണം. ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്ന ദർശനീയ മൂർത്തിയായി സർവർക്കും ദർശനം നൽകിക്കൊണ്ട് പ്രസന്നമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു.
ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയയ്ക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.